അവിട്ടം നാളുകാർ ചെയ്തിരിക്കേണ്ട അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, അവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വസുക്കളെയാണ് അവർ ഭജിക്കേണ്ടത്. ജീവിതകാലം മുഴുവനും ഓം വസുഭ്യോ നമ എന്ന മന്ത്രം ഉരുവിട. നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് കുജനാണ്, ചൊവ്വയാണ്. ചൊവ്വയുടെ അധിഷ്ഠാന മൂർത്തി എന്ന് പറയുന്നത് ഭദ്രകാളിയും മുരുകനുമാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ യുഗ്മരാശിയാണോ ഓജരാശിയാണോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ദേവതയെ തീരുമാനിക്കാൻ. യുഗ്മരാശിയാണെങ്കിൽ ഭദ്രകാളി എടുക്കുക, ഓജരാശിയാണെങ്കിൽ മുരുകനെ എടുക്കുക. മകരം കുംഭം രാശികളുടെ അധിപനായിട്ടുള്ളത് ശനിയാണ്. ശനിയുടെ അധിഷ്ഠാന ദേവത ആരാണ്? ശാസ്താവാണ്. അപ്പൊ നിങ്ങൾ ശാസ്താവിനെ ഭജിക്കാം. ഒപ്പം തന്നെ മകരം രാശി വിഷ്ണുവിനെയും കുംഭം രാശിക്കാരായ അവിട്ടം നക്ഷത്രക്കാര് ശിവനെയുമാണ് ഉപാസിക്കേണ്ടത്. ഒപ്പം അവിട്ടം നാളുകാര് ശങ്കരനാരായണ മൂർത്തിയെ ഭജിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ശങ്കരനാരായണ മൂർത്തി സ്തോത്രങ്ങളുണ്ട്, അത് നിങ്ങൾ ജപിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ അവിട്ടം നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ മാറാനായിട്ട് വളരെ ഉത്തമമാണ്.